മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മഹദിയാണ്. അല്ലാഹുവേ പടച്ചവനെ, ആ മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മനോഹരമായ രംഗം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ കളിയാക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ, പരിഹസിക്കുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നു പോയിട്ടില്ല. ശത്രുക്കളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യാപകമായി ആരോപണം പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുമ്പോ മനസ്സ് തളർന്നു പോയിട്ടില്ല. പക്ഷേ മഹദിയായ മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാരമ്പര്യ സ്വത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് പോലും ആ ഒരു സാഹചര്യം വരുമല്ലോ. അതുകൊണ്ട് മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന, ഉമ്മ, റസൂലുള്ളാഹിയുടെ വളർത്തുമ്മ എന്നാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെന്നു പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ്, ഞാനൊരു കച്ചവടത്തിനിറങ്ങാൻ പോവുകയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, പാരമ്പര്യ സ്വത്തില്ലാത്തവനാണെന്ന് പറഞ്ഞ് ഇനി മക്കയുടെ മണ്ണിൽ എന്നാരും കളിയാക്കാൻ പാടില്ല. ആ സമയത്ത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, മുഹമ്മദേ, ആ കച്ചവടത്തിനിറങ്ങുമ്പോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല ഉമ്മ, ഒരു നാണയത്തൊട്ട് പോലും എന്റെ കൈവശമില്ല, ഒരു നാണയത്തൊട്ട് പോലും എന്റെ കൈവശമില്ലെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ആദ്യമായിട്ട് കമ്മലാണ് അഴിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. എന്റെ പെങ്ങന്മാര്, മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ കാതിൽ കിടന്ന മനോഹരമായ കമ്മല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയുകയാ, ഈ സമ്പത്ത് കൊണ്ടായിരിക്കട്ടെ കച്ചവടത്തിന്റെ തുടക്കം, ഈ സമ്പത്ത് കൊണ്ടായിരിക്കട്ടെ സാമ്പത്തിക പദ്ധതിയുടെ അടിത്തറയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോഴുള്ള തുടക്കം. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദ്വാരം എന്തെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മയാണ് റബ്ബേ, എന്റെ ആമിന എന്ന സ്നേഹിച്ചു കൊതി തീരാത്ത ഉമ്മ, വാത്സല്യം നുകർന്ന് മതി വരാത്ത ഉമ്മ, ആ ഉമ്മക്ക് ശേഷം എന്റെ മറ്റൊരു ഉമ്മയാണ് റബ്ബേ, ഈ മഹദിയായ ഫാത്തിമ ബിൻത് അസദ്. അതുകൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നബിതങ്ങളുടെ ദുആ കിട്ടിയില്ലേ? ആരംഭ റസൂലിന്റെ ദുആ കിട്ടിയില്ലേ? എന്തിനാണ് ദുആ കിട്ടിയത്? എന്തിനാണ് ദുആ കിട്ടിയത്? നബിതങ്ങളോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ, വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ആ കണ്ണുകൾ നിറയുന്നത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്തെ പെങ്ങൾ അങ്ങനെ തന്നെയാണോ പ്രേമിക്കുന്നത്? എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്തെ പെങ്ങൾ അങ്ങനെ തന്നെയാണോ ഇഷ്ടപ്പെടുന്നത്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ച ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഖബറിന്റെ ചാരത്ത് വന്നിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവര് ദ്വാരക്കുകയാണ്, ഭാഗ്യവതിയേ, ഭാഗ്യവതിയേ, ഭാഗ്യവതിയേ. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരൽപ്പം നിൽക്കണേ, ഒരൽപ്പം നിൽക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. തന്റെ കുപ്പായം അങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ട് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ കിടത്തുന്ന ഖബറിന്റെ അകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കിടക്കുകയാണ്. തന്റെ ശരീരത്തിലെ പച്ചയായ മണ്ണിൽ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട്
നബിതങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി എന്റെ ഫാത്തിമ ബിൻത് അസദിനെ കിടത്തുക. സഹാബികളോട് ആരും റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? ഏതു മയ്യത്തിനെ കൊണ്ടുവച്ചാൽ ഖബറിന്റെ 2 ചുമരുകൾ വാരിയല്ലുകൾ ഇങ്ങനെ കോർത്തു പോകുന്ന വിധത്തിലൊന്ന് ഞെരിക്കുമത്രേ. ഏത് മയ്യത്തിനെ കൊണ്ടുവച്ചാലും 2 ചുമരുകൾ ഇങ്ങനെ വാരിയല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ ഇങ്ങനെ ഞെരിക്കുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഈ മഹദിയുടെ ഖബർ ഞെരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വേണ്ടി സ്വത്ത് തന്നവളാ, എനിക്ക് വേണ്ടി സ്നേഹം തന്നവളാ, എന്നോട് സഹകരിച്ചവളാ, എന്നെ സ്നേഹിച്ചവരാണ്, എന്നെ കാരുണ്യത്തോടെ കണ്ടവരാ. അതുകൊണ്ട് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബർ ഞെരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ, ആരംഭ റസൂൽ പോലും ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നു പോരെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്രയെത്ര വലിയ വലിയ രോഗങ്ങളാണ് തമ്പുരാനെ. എപ്പോഴാണെന്നറിയില്ല. ബാപ്പുസാർ ഹോസ്പിറ്റലിൽ ാണെന്നറിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും ചോദിച്ചത്, സുബ്ഹാനല്ലാഹ്, ഒരു അസുഖവും ഇല്ലാതിരുന്ന ഉസ്താദാണല്ലോ, ഒരു ക്ഷീണം പോലും മുഖത്ത് കണ്ടിട്ടില്ലായിരുന്നല്ലോ, നല്ല ചുറുചുറുക്കോട് സമസ്തയുടെ സമ്മേളനങ്ങളിൽ, ക്യാമ്പുകളിൽ, യോഗങ്ങളിൽ ഓടി നടന്നിരുന്ന ഉസ്താദാണല്ലോ, ഇന്ന് എത്ര പെട്ടെന്നാണ് രോഗം വന്നു പോയത്. രോഗം അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, രോഗം അങ്ങനെയാ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ എന്താ? എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്നവരെ കഴിഞ്ഞ വർഷം ഈ വാതിന് വന്ന എത്രയോ ആളുകൾ ഇപ്പോഴില്ല. പക്ഷേ നമ്മൾ എന്തു ചെയ്തു? എന്തിനാണ് നമ്മൾ ഒരുങ്ങിയത്? ആ ഖബറിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയില്ല. ഏറ്റവും വലിയ തയ്യാറെടുപ്പ് മഹബ്ബത്ത് റസൂലില്ല. ഏറ്റവും വലിയ തയ്യാറെടുപ്പ് പ്രവാചകനോടുള്ള ഇഷ്ടമാണ്, അനുരാഗമാണ്, പ്രേമമാണ്, മഹബ്ബത്താണ്, താലോലിക്കലാണ്, ആ സ്നേഹത്തിന്റെ പൂങ്കരിനുകളിലാണ്. അതല്ലാതെ വേറൊരു തയ്യാറെടുപ്പില്ല. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ നിരാപുരിച്ചു നിൽക്കുന്ന ആ പൂമുഖത്തെ ഒന്ന് കാണാ. എന്റെ പ്രിയപ്പെട്ട പട്ടാമ്പിക്കാരെ, മനസ്സ് വെക്കുക.